മലപ്പുറം എടപ്പാളിൽ ആക്രമിക്കാൻ പിന്തുടർന്ന CITക്കാരെ ഭയന്നോടിയ തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇലക്ട്രിക് സാധനങ്ങൾ ഇറക്കിയ തൊഴിലാളികളെയാണ് CITക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കൊല്ലം പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാന്റെ ഇരുകാലുകളും ഒടിഞ്ഞു. വിവരങ്ങളുമായി സോണൽ ചെറിയാണ്. സോണൽ, CITക്കാർ അതിക്രമിക്കാൻ വന്നപ്പോൾ ഭയന്നോടിയ ഒരു സാഹചര്യത്തിലാണോ ഈ തൊഴിലാളിക്ക് ഇത്രത്തോളം ഗുരുതരമായി പരിക്കേറ്റത്? തീർച്ചയായിട്ടും KP, ഈ CITക്കാരെ കൊണ്ട് വലിയ ദ്രോഹമാണ് എന്നുള്ളതാണ് ഈ പരിസര പ്രദേശത്തെ ആളുകൾ എല്ലാവരും തന്നെ പറയുന്നത്. മലപ്പുറം എടപ്പാളിലാണ് ഇത്തരം സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായി പറയേണ്ടത്, ഈ എടപ്പാളിൽ ഈ കേന്ദ്രത്തിൽ ആക്രമിക്കാൻ പിന്തുടർന്ന CITക്കാരെ ഭയന്ന് ഓടുകയായിരുന്നു ഈ തൊഴിലാളി. ഇതിനിടയിലാണ് ഇയാൾ ബഹുനില കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. രണ്ട് കാലുകൾക്കും ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് കൊല്ലം പത്തനാപുരം സ്വദേശിയായിട്ടുള്ള ഫയാസ് ഷാജഹാനാണ്. ഇയാൾക്ക് 23 വയസ്സാണ് പ്രായം. ഇയാളിപ്പോൾ തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇലക്ട്രിക് സാമഗ്രികൾ ഇറക്കിയ തൊഴിലാളിയെയാണ് ഇത്തരത്തിൽ CITക്കാർ മർദ്ദിച്ചത് എന്നുള്ളതാണ് വിവരം. അതായത് ഇന്നലെ രാത്രി ഈ സാധനങ്ങളെല്ലാം തന്നെ ഇറക്കുന്ന സമയത്ത് ഈ വിവരം അറിഞ്ഞെത്തിയ CITക്കാരാണ് ഇവരെ ആക്രമിക്കുന്നത്. അതായത് ആദ്യം കമ്പുകൾ ഉപയോഗിച്ച് മറ്റും മർദ്ദിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുകയായിരുന്നു. അതിലൊരാൾ തൊട്ടടുത്ത കെട്ടിടത്തിന് മുകളിലേക്കാണ് ഓടിയത്. ഇവരെ, അതായത് പിന്നാലെ എത്തിയ CITക്കാരെ ഭയന്നാണ് അദ്ദേഹം ആ മുകളിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് ചാടാൻ നോക്കുന്നത്. ഇതിനിടയിലാണ് ആ താഴെ വീണ് ആ കാലുകൾക്ക് പരിക്കേൽക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇവരുമായി CITക്കാരുമായി സംഭാഷണത്തിൽ നടക്കുന്ന സാഹചര്യമുണ്ട്. അതായത് മുഴുവൻ കൂലിയും നോക്കുകൂലി എന്ന് പറയുന്ന മുഴുവൻ കൂലിയും CITക്കാർക്ക് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് അവർ അംഗീകരിക്കാത്തൊരു സാഹചര്യം വന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇവർ തന്നെ ഈ സാമഗ്രികളെല്ലാം തന്നെ ഇറക്കാൻ വേണ്ടി മുതിരുന്നത്. എന്നാൽ പിന്നീട് ഇവരെത്തി, വിവരം അറിഞ്ഞെത്തി ഈ ഇറക്കിയ തൊഴിലാളികളെ മർദ്ദിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും CITക്കാർക്കെതിരെ പരാതി കൊടുക്കാനുള്ള നീക്കത്തിലാണ് ഈ തൊഴിലാളികൾ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. KP.